180 വർഷങ്ങൾക്ക് ശേഷം വിശുദ്ധ പത്രോസിന്റെ സിംഹാസനം വിശ്വാസികൾക്ക് പൊതുദർശനത്തിനായി തുറന്നുകൊടുത്ത വത്തിക്കാൻ. മാർപ്പാപ്പയുടെ പരമാധികാരത്തിന്റെ പ്രതീകമായ വിശുദ്ധ പത്രോസിന്റെ സിംഹാസനം പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവ തിരുനാൾ ദിനമായ ഡിസംബർ 8 വരെയാണ് പൊതുദർശനത്തിനായി വെച്ചിരിക്കുന്നത്. സെയിന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ വിശുദ്ധ പത്രോസിന്റെ കബറിടത്തിന് മുകളിലായാണ് മരം കൊണ്ട് നിർമ്മിതമായ ഈ സിംഹാസനം വിശ്വാസികൾക്കായി തുറന്നു വെച്ചിരിക്കുന്നത്. 1666 ജിയാൻ ലോറൻസോ ബെർണിനി നിർമ്മിച്ച അൾത്താരയിൽ സൂക്ഷിച്ചിരുന്ന ഈ സിംഹാസനം ദർശിക്കുക എന്നത് വിശ്വാസികൾക്ക് അനുവദനീയമല്ലായിരുന്നു. പിന്നീട് 9-ാം പിയൂസ് പാപ്പയുടെ കാലത്ത് വിശുദ്ധ പത്രോസ് പൗലോസ് സ്ലീഹന്മാരുടെ രക്തസാക്ഷിത്വത്തിന്റെ 1800-ാമത് വാർഷികത്തിന്റെ അനുസ്മരണാർത്ഥം 1867 ആദ്യമായി ഈ സിംഹാസനം പൊതുദർശനത്തിന് വെച്ചതെന്ന് വത്തിക്കാൻ നെക്രോപോളിസ് ആൻഡ് ആർട്ടിസ്റ്റിക് ഹെറിറ്റേജ് സെക്ഷൻ മേധാവി പിയട്രോ സാൻഡർ പറഞ്ഞു. കത്തീഡ്ര പിയേട്രി എന്നും അപരനാമമുള്ള ഈ ചരിത്ര സ്മാരകത്തിന് കത്തോലിക്ക സഭയുടെ വിശ്വാസ പാരമ്പര്യങ്ങളിൽ വലിയ സ്ഥാനമാണുള്ളത്. ടീച്ചേഴ്സ് കത്തീഡ്ര എന്നും അറിയപ്പെടുന്ന ഈ സിംഹാസനം തലമുറകളായി കൈമാറി വന്ന ക്രൈസ്തവ പാരമ്പര്യം പകർന്നു കൊടുക്കുവാനുള്ള മാർപ്പാപ്പയുടെ ദൗത്യത്തെ സൂചിപ്പിക്കുന്നു. ഈ പരിശുദ്ധ സിംഹാസനത്തിന് ഒരു ചരിത്രമുണ്ട്. ആദ്യമായി അന്ത്യോക്യയിലും റോമിലും സുവിശേഷം പ്രസംഗിക്കാനെത്തിയ പത്രോസ്ലീഹ ഇരുന്ന കസേരയായിരുന്നു ഇതെന്നാണ് സഭാ പാരമ്പര്യങ്ങൾ സൂചിപ്പിക്കുന്നത്. പിന്നീട് ഹോളി റോമൻ സാമ്രാജ്യ അധിപതിയായിരുന്ന ചാൾസ് ദി ബാൾഡ് രാജാവ് ജോൺ 7-ാമൻ പാപ്പയ്ക്ക് ഇത് സമ്മാനിക്കുകയായിരുന്നു. ഇക്കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ പ്രസ്തുത സിംഹാസനത്തിന് മുന്നിൽ സന്ദർശനം നടത്തിയ ഫ്രാൻസിസ് പാപ്പയുടെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടിയിരുന്നു. അതിനുശേഷമാണ് പൊതുദർശനത്തിനായി ഈ ചരിത്ര സ്മാരകം വിശ്വാസികൾക്ക് തുറന്നുകൊടുക്കുവാൻ സിനഡാലിറ്റിക്ക് വേണ്ടിയുള്ള സിനഡിന്റെ അവസാനം പാപ്പ ആവശ്യപ്പെട്ടത്. ചരിത്ര സ്മാരകങ്ങളും തിരുശേഷിപ്പുകളും വിശ്വാസികൾക്ക് പൊതുവണക്കത്തിനായി വെക്കുന്നതിൽ എപ്പോഴും ഉത്സുകനായ ഫ്രാൻസിസ് പാപ്പ ഇതിനു മുൻപ് വിശുദ്ധ പത്രോസിന്റെ അസ്ഥികളും ടൂറിനിലെ തിരുക്കച്ചയും വിശ്വാസികൾക്ക് പൊതുവണക്കത്തിനായി വെച്ചിരുന്നു. വിശുദ്ധ പത്രോസിന്റെ സിംഹാസനത്തിന്റെ ഈ പൊതുദർശനം ഏറെ ആകാംക്ഷയോടും സന്തോഷത്തോടും കൂടിയാണ് വിശ്വാസി സമൂഹം സ്വീകരിച്ചിരിക്കുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കീന ന്യൂസ്.